ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകുന്നേരം 6:30 സക്സസ് സ്റ്റോറിയിലെത്തുന്നു അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ. KSUവിലൂടെ രാഷ്ട്രീയത്തിലേക്ക്. 8ാം ക്ലാസ്സിൽ സ്കൂൾ ലീഡർ. അടിയന്തരാവസ്ഥയോടുള്ള എതിർപ്പ് 9ാം ക്ലാസ്സിൽ KSU വിട്ട വിദ്യാർത്ഥി ജനതാദളിൽ. ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥി ജനതാദൾ വിട്ട വീണ്ടും KSUവിലേക്ക്. കൊച്ചു സോണി ഏകാധിപത്യത്തിനെതിരെയായിരുന്നു അന്നും ഇന്നും എന്നും. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ലീഡറായിട്ട് ഹൈസ്കൂളിൻ്റെ മുകളിലുള്ള എല്ലാ സ്കൂളുകളിലും KSU ഉണ്ട്. KSU ഇല്ലാത്തൊരു സ്ഥലമില്ല അന്നത്തെ കാലത്ത്. അതെ, എനിക്ക് ചെറുപ്പം മുതലേ ഈ ഏകാധിപത്യത്തോടും സ്വേച്ഛാധിപത്യത്തോടും എനിക്ക് വായനയിലൂടെ കിട്ടിയാൽ ഇനിയും ധരിക്കുന്നത്. എനിക്ക് അതിനോട് ഭയങ്കര എതിർപ്പാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തോടെ എനിക്ക് ഭയങ്കരമായ വെറുപ്പ് തോന്നി. അപ്പോൾ അതിനോടുള്ള വലിയ വെറുപ്പ് എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വിദ്യാർത്ഥി ജനത എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയോടുള്ള അതെ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജനതാ പാർട്ടിയുടെ ചെയ്തികൾ അതിനേക്കാൾ മോശകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ദിരാഗാന്ധി ഇലക്ഷനിൽ പരാജയപ്പെട്ടു, ഇന്ദിരാഗാന്ധിയും കോർണർ ചെയ്യപ്പെട്ടു, എല്ലാവരും മാറി. ഇന്ദിരാഗാന്ധിയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഷാ കമ്മീഷനെ വെക്കുന്നു. ഷാ കമ്മീഷനെ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധിയെ തീഹാർ ജയിലിൽ അടയ്ക്കുന്നു. പ്രതിപക്ഷം ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യ പ്രക്രിയ തന്നെ വ്യർത്ഥമാകുന്നു. അപ്പോൾ അതിനെ അടിച്ചമർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് എനിക്ക് ശക്തമായ എതിർപ്പ് തോന്നി. ഞാൻ അതിനകത്ത് നിന്ന് രാജിവെച്ചു. KSU ഇടുക്കി ജില്ലാ പ്രസിഡന്റായിരിക്കെ SFIക്കാർ മണ്ണുമാരി തലയിലിട്ടതാണെന്നതിന്റെ ഓർമ്മ. അപ്പോൾ ഇടുക്കി ജില്ലാ KSU പ്രസിഡന്റായി അന്ന് KSUക്കാരൊരു മീറ്റിങ്ങിൽ മൈക്കൊന്നുമില്ല, നല്ലൊരു 100-150 പിള്ളേരുണ്ട് സംസാരിച്ചിരിക്കുക. വേറെ SFIയുടെ ആളുകൾ വന്നിട്ട് കുറേ മണ്ണ് വാരിയിട്ട് അവൻ ആ കുട്ടീനെ ബാക്കിയുള്ള പിള്ളേരാണ് ഓടിച്ചിട്ട് പിടിച്ചു. പെട്ടെന്ന് വന്ന് മണ്ണ് വാരിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ദേഹത്ത് ഞാൻ പ്രസിഡന്റ് ചെയ്തിട്ട് പോയി. നിയമപഠനം കോഴിക്കോട്. ഗവർണർക്ക് മുന്നിൽ കേസ് നടത്തിയ പാരമ്പര്യം. ചുണ്ടിനും കപ്പിനുമിടയിൽ MLA സ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെട്ട സോണി സെബാസ്റ്റ്യൻ. അറിയണം ഉമ്മൻചാണ്ടിയുടെ ഈ പ്രിയ ശിഷ്യനെ, അറിയണം ഈ കൃഷിക്കാരനെ. കാണുക സക്സസ് സ്റ്റോറി.